ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2025 മോഡൽ അപ്ഡേറ്റഡ് ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് സിഗ്മ മോഡലാണ്. 6 എയർ ബാഗോടുകൂടി വന്നിരിക്കുന്ന പുതിയ മോഡൽ. അപ്പോൾ ഈ വേരിയന്റിൽ 6 എയർ ബാഗ് വന്നപ്പോൾ കുറച്ചധികം ഫീച്ചേഴ്സ് മാരുതി റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ അപ്ഡേറ്റഡ് ഗ്രാൻഡ് വിറ്റാര ബേസ് സിഗ്മ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എക്സ്റ്റീരിയർ ലുക്ക് കാര്യങ്ങൾ ഇപ്പോൾ ബേസ് വേരിയന്റിന്റെ ടോപ്പ് എൻഡ് വരെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ ഇപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ ബേസ് വേരിയന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാകും. ആ രീതിയിലുള്ള ചേഞ്ചസ് ആണ് മാരുതി ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് മുമ്പ് വന്നിരുന്ന ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് സിഗ്മ മോഡലായിരുന്നു മോസ്റ്റ് വാല്യൂ ഫോർ മണി. കാരണം അതിനകത്ത് ലുക്ക് എക്സ്റ്റീരിയർ എന്നൊക്കെ നോക്കുമ്പോൾ ഒരു ടോപ്പ് എൻഡിന്റെ അതേ ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈസി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വാഹനം കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പൈസ അഡീഷണൽ ആയിട്ട് മുടക്കേണ്ടി വരും. അപ്പോൾ ഈ അപ്ഡേറ്റഡ് ബേസ് വേരിയന്റിലെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആ ഗ്രാൻഡ് വിറ്റാരയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള 3 ജുവൽ ടൈപ്പിലുള്ള DRL പ്ലസ് 10 ഇൻഡിക്കേറ്റേഴ്സ് LED ആണ്. അത് ഈ വേരിയന്റ് ബേസ് വേരിയന്റിലും കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെയാണ്. അതിന് ചുറ്റുമുള്ള ഒരു ബ്ലാക്ക് ക്ലാഡിങ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ടോപ്പനിലേക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കാണാം. ഈ ബേസ് വേരിയന്റിൽ ഒന്നും തന്നെ വരുന്നില്ല. വേണമെങ്കിൽ നമ്മൾ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും. 210 ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഫ്രണ്ടിൽ ആ സിൽവർ കളറിലുള്ള സ്കിപ്പ് പ്ലേറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നമുക്ക് ആ ഫ്രണ്ടിലെ ക്രോം ഗ്രില്ല് കാര്യങ്ങൾ സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്ക് സുസ്കിയുടെ വലിയ ലോഗോ, ആ ഗ്രില്ല് കാര്യങ്ങൾ ഗ്ലോസി ബ്ലാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ എല്ലാ വേരിയന്റുകളുടെയും ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് മേജർ ആയിട്ടുള്ള ചേഞ്ചസ് വന്നിരിക്കുന്നത്. വശങ്ങളിൽ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിലൊരു ബേസ് വേരിയന്റ് ആണെന്ന് മനസ്സിലാവും. ഇപ്പോൾ വീൽസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം 17 ഇഞ്ച് വീൽസ് തന്നെയാണ് വന്നിരിക്കുന്നത്. 215/60R 17 ആണ് ടയർ സൈസ്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലൊരു വീൽ കപ്പ് വരുന്നുണ്ട്. അത് വാഹനം ഡെലിവറിയുടെ സമയത്ത് അവർ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ അലോയ്സിൻ്റെ അതേ ലുക്കൊക്കെ തരുന്ന സെയിം പഴയ വീൽ കപ്പുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മിറേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മിറേഴ്സ് ആദ്യം നമുക്ക് ബോഡി കളറിലാണ് വന്നിരുന്നത്. ഇപ്പോൾ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസ് സിഗ്മ വേരിയൻ്റെ ഏത് കളറാണെങ്കിലും നിങ്ങൾക്ക് മിറേഴ്സ് ഗ്ലോസി ബ്ലാക്ക് കളറിലാണ് കിട്ടുക. അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലേക്ക് വന്നു. ആദ്യം ഇത് ബോഡി കളേർഡ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 4 ഹാൻഡിൽസ് ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഏകദേശം 2500 അടുത്ത് ഷോറൂമിൽ എക്സ്ട്രാ എക്സ്പെൻസ് വരും. ഇതിനകത്ത് കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയൻറ്റിൽ ഇപ്പോഴും കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ്സുകൾ പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ഈ ബി പില്ലർ ആൻഡ് സി പില്ലേഴ്സ് ഇതിനു മുമ്പ് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ആ ഒരു ബോഡി കളറിലേക്ക് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വശങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ വാഹനം ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ ബേസ് വേരിയൻ്റ് ആണെന്ന് മനസ്സിലാവും. ഇപ്പോൾ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റോറ ഒരു ബ്ലാക്ക് ക്ലാഡിങ് കാര്യങ്ങൾ പോകുന്നുണ്ട്. റൂഫ് റെയിൽസ് ബേസ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നേരത്തെയും വരുന്നുണ്ടായിരുന്നില്ല. ബാക്കിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റിന കാണാം. അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. 2600 mm ആണ് ഇതിൻ്റെ ഒരു വീൽ ബേസ് വരുന്നത്. അതിലൊന്നും ചേഞ്ചസ് വന്നിട്ടില്ല. ഓവറോൾ ലെങ്ത്ത് 4325 എന്തുവാണ് ഓവറോൾ ലെങ്ത്ത് വരുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചേഞ്ചസ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ബേസ് വേരിയൻ്റ് ടോപ്പ് എൻഡ് വരെ ബാക്കിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ആകെ വരുന്ന ഡിഫറൻസ് വൈപ്പർ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോയിലേഴ്സ് നമുക്ക് മുമ്പും വരുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ്സിൽ ഡീഫോക്കസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബേസ് വേരിയൻ്റ് ആണെങ്കിലും വൈപ്പർ വാഷറൊന്നും വരുന്നില്ല. ഇവിടെ നമുക്ക് നെക്സ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. നമുക്ക് കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ആണ് ബേസ് വേരിയൻ്റോട്ടെ കൊടുത്തിരിക്കുന്നത്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഒരു പോർഷൻ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് രണ്ടും ഹാലജനാണ്. താഴെ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കാണാം. സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞ ബാഡ്ജിങ്. വേറെ വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ്ങോ കാര്യങ്ങളൊന്നും ആദ്യമേ മുതൽ ഗ്രാൻഡ് വിറ്റാരയിൽ വരുന്നില്ല. ഇപ്പോൾ ബാക്കിൽ നമുക്ക് ആ ഒരു സിൽവർ കളറിൽ സ്ട്രിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഒരു ബൂട്ട് ഹാൻഡിൽ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 375 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. ഇതാണ് ആ വീൽ കപ്പ്. ആ ഒരു പഴയ സെയിം ഡിസൈനിലുള്ള വീൽ കപ്പുകൾ തന്നെയാണ്. ബേസ് വേരിയൻ്റ് തൊട്ടേ നമുക്ക് 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. വേറൊരു സർപ്രൈസ് മാരുതി കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ സ്പെയർ വീൽ ഒഴിവാക്കിയിട്ടുണ്ട്. സ്പെയർ വീൽ ഒരു വേരിയൻറ്റിലും വരുന്നില്ല. പകരം പഞ്ചർ കിറ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്പെയർ വീൽ വേണമെങ്കിൽ നമ്മൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് വാങ്ങി വെക്കേണ്ടി വരും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ബോട്ട് മാറ്റുകയാണെങ്കിൽ ആ ഒരു സ്പേസും കൂടി ലഗേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 400 ലിറ്ററിൽ കൂടുതൽ ലഗേജ് സ്പേസ് വരും. ഇപ്പോൾ പഞ്ചർ കിറ്റ് ഉള്ളത് കൊണ്ട് സ്പെയർ വീലിൻ്റെ ഒരു അത്യാവശ്യകത ശരിക്കും വരുന്നില്ല.
ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീലെസ് എൻട്രി വരുന്നുണ്ട്, പക്ഷേ ഡോർ ഹാൻഡിൽ എന്തുകൊണ്ടോ മാരുതി ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ കളർ ടോൺ കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ വരുന്നില്ല. ആ ഒരു ഡ്യുവൽ ടോൺ കളറിൽ തന്നെയാണ്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഇവിടെ നമുക്ക് ടോപ്പിൽ ബ്ലാക്ക്, ഇവിടെ ഒരു ബേജ് ഫിനിഷ്, ഇവിടെ എല്ലാം നമുക്ക് കൈ വയ്ക്കുന്നിടത്തെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ഫിനിഷ് കാണാം. ഇവിടെ എല്ലാം മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ ഇത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, നമ്മുടെ ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ, ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അതെന്തുകൊണ്ടോ മാരുതി ഈ വേരിയൻറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബേസ് വേരിയൻറ്റിൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിപ്പോൾ മാനുവൽ വേരിയൻ്റ് ആണ്, ബേസ് വേരിയൻറ്റ് മാനുവൽ മാത്രമേ ഉള്ളൂ. എന്നാലും ഡെഡിക്കേറ്റഡ് ഉള്ള ഡെഡ് പെഡൽ കാണാം. ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഫ്യൂൽ ഹുഡ് ഓപ്പൺ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല് മാത്രമേ ഉള്ളൂ, സ്പീക്കർ വരുന്നില്ല. അപ്പോൾ ബേസ് വേരിയൻറ്റിൽ ഇപ്പോൾ ഡോർ തുറന്നാൽ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം, മിറർ ഫോൾഡിങ് ഒഴിവാക്കി, അതുപോലെ തന്നെ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഒഴിവാക്കി. പക്ഷേ ആ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ വളരെ അത്യാവശ്യം നല്ലൊരു ഫീച്ചറായിരുന്നു, അതെന്തുകൊണ്ടോ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോഴും ഇത് ഒറ്റ നോട്ടത്തിലൊരു ബേസ് വേരിയൻ്റ് ആണെന്ന് മനസ്സിലാക്കും. കാരണം നമ്മുടെ സ്റ്റിയറിംഗ് വീലിലെ കൺട്രോൾസ് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. വളരെ പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. 3 സ്പോക്കാണ്, ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. നടുക്ക് മാത്രം സുസുക്കിയുടെ ലോഗോവും ഒരു സിൽവർ ഫിനിഷും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ ബേസ് വേരിയൻ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ആദ്യം നമുക്ക് ബേസ് വേരിയൻ്റ് ആയിരുന്നെങ്കിലും മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് ഉണ്ടായിരുന്നു. മ്യൂസിക് സിസ്റ്റം മാത്രം ആക്സസറി ചെയ്തിട്ട് അതിനകത്ത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അതും വേണമെങ്കിൽ പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഹോൾ സ്റ്റിയറിംഗ് വീൽ തന്നെ നമ്മൾ ടോപ്പ് എൻഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സെയിം പഴയ ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് വരുന്നത്. നമുക്ക് സ്പീഡോമീറ്ററും RPM മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. എഞ്ചിൻ ടെമ്പറേച്ചറും ഫ്യൂവൽ ഗേജും അനലോഗായിട്ട് വരുന്നത്. നടുക്കൊരു 3.5 mm കളർ TFT ഡിസ്പ്ലേ ആണ്. അതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ആ ഒരു ബാറ്ററി പവർ, എഞ്ചിൻ പവറിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. പിന്നെ അതിനകത്ത് ആവറേജ് ഫ്യൂവൽ, ഡിസ്റ്റൻസ് ടു empty, അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ട്. നമുക്ക് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കാണാം, ടൈം കാണാം, പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള മീറ്റർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമുക്ക് അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ഇപ്പോഴും നമ്മളുടെ മീറ്റർ കൺസോളിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ മ്യൂസിക് സിസ്റ്റോ കാര്യങ്ങളൊന്നും ബേസ് വേരിയൻറ്റ് വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് പുറത്തുനിന്നോ ആൻഡ്രോയിഡ് സിസ്റ്റം എന്ത് വേണമെങ്കിലും ആക്സസറി ആയിട്ട് ചെയ്യാം. പക്ഷേ ഇൻറ്റീരിയറിലെ ലേഔട്ട് കാര്യങ്ങൾ ബേസ് വേരിയൻറ്റ് ടോപ്പ് എൻഡ് വരെ സിമിലർ ആണ് വരുന്നത്. ഇവിടെയെല്ലാം നമുക്ക് ആ ഒരു ബ്രൗൺ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ടോപ്പിൽ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ അതിപ്പോൾ വണ്ടി ലോഞ്ച് ചെയ്ത സമയത്തെ തൊട്ട് സിമിലർ ആയിട്ടാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ താഴെയായിട്ട് ഹസാർഡ് ലൈറ്റ് കാണാം. ഹസാർഡ് ലൈറ്റിൻ്റെ കൺട്രോൾസ് കംപ്ലീറ്റ്ലി ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇപ്പോൾ ഡെൽറ്റ വേരിയൻ്റ് തൊട്ട് നമുക്കത് ഇവിടേക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും ഇതിന് ചുറ്റും ഒരു സിൽവർ ഫിനിഷൊക്കെ കാണാം. ഇതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ബേസ് വേരിയൻ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് കാണാം. നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇവിടെയെല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസാണ് വരുന്നത്. മാനുവൽ ഗിയർ ലിവർ കാണാം, അത് ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇടയ്ക്ക് വെച്ച്, അതായത് 2025 ആദ്യങ്ങളിലൊക്കെ വന്ന വാഹനങ്ങളിലെ ഗിയർ ലിവറിൻ്റെ മുകളിൽ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷായിരുന്നു. ഇതിപ്പോൾ ഫുള്ളി ആ ഒരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ കൺസോളിലെല്ലാം നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. കീ എന്താണെങ്കിലും മാറ്റിയിട്ടില്ല, സെയിം സ്മാർട്ട് കീ തന്നെ കൊടുത്തിരുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയത്. അത് വയ്ക്കാനുള്ള കറക്റ്റ് ഒരു സ്പേസും ഇവിടെ വരുന്നുണ്ട്. നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംറെസ്റ്റ് വരുന്നുണ്ട്. അത് അതിൻ്റെ ടോപ്പിൽ സോഫ്റ്റ് ടച്ച് കാര്യങ്ങളാണ് വരുന്നത്. അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. ഇപ്പോൾ നമുക്ക് പുതിയ ഗ്രാൻഡ് വിറ്റാറയിൽ വന്നിരിക്കുന്ന ഒരു മേജറായിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 എയർ ബാഗ് വന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ബാഡ്ജിങ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും. SRS എയർ ബാഗ് ഇപ്പോൾ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗാണ്. നമ്മുടെ സീറ്റിൻ്റെ സൈഡിലും എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. നല്ല കംഫോർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സൈഡ് ബോൾട്ടിങ്സ് ഒക്കെ നല്ല കംഫോർട്ടാണ്. അതിൻ്റെ ഒരു ഫാബ്രിക് ഫിനിഷ് കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ആ ഒരു ഡാഷ്ബോർഡിൽ വരുന്ന സെയിം കളർ ടോണിൽ തന്നെയാണ് ആ ഫാബ്രിക് ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ്, മിറർ കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ മിറർ ഒഴിവാക്കിയിട്ടുണ്ട്. സെൻറ്റർ IRVMs, മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. റീഡിംഗ് ലൈറ്റ് ഹാലജനായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സെയിം സൈസായിട്ടുള്ള ചെറിയ ഗ്ലോ ബോക്സുകൾ തന്നെയാണ്. കൂൾഡോ ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ മാരുതി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മാരുതി നമ്മളുടെ ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് വേരിയൻ്റ് ഒട്ടും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഡെൽറ്റ വേരിയൻ്റ് തൊട്ടിട്ടാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിരിക്കുന്നത്. ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്.
ഡോർ പാഡ് നമുക്കൊരു 2 ടോൺ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ആ ഒരു ബേജ് ഫിനിഷ്, ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കാണാം. പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ്. ഇവിടെ ഒരു സിൽവർ ഫിനിഷ് കാണാവുന്നതാണ്. സ്പീക്കർ ഗ്രില്ല് ഫ്രണ്ടിൽ 2 സൈഡിൽ സ്പീക്കേഴ്സ് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിൽ സ്പീക്കേഴ്സ് വരുന്നില്ല. മറ്റ് കംഫർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ AC വെൻസ് കൊടുത്തിരിക്കുന്നു. ചാർജിംഗ് പോർട്ട് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. ബാക്കിൽ 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. സീറ്റ് 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെൻറ്റർ പാസഞ്ചർ ഇല്ല എങ്കിൽ അത്യാവശ്യം നല്ലൊരു സെൻറ്റർ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഐസോഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളുമാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. നമ്മളുടെ കോ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിൽ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ബാറ്ററി വരുന്നതുകൊണ്ട് ചെറിയൊരു സ്പേസ് നമ്മൾക്ക് കുറവ് ഫീൽ ചെയ്യും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഹെഡ് റൂം ഉണ്ട്. നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ ഹെഡ് റൂം കാണാം. അത്യാവശ്യം വൈഡായിട്ടുള്ള ബാക്ക് സ്പേസാണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. രണ്ടും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർസൽ ട്രേ വരുന്നില്ല. അത് വേണമെങ്കിൽ നമ്മൾ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. 2025 മോഡൽ അപ്ഡേറ്റഡ് ഗ്രാൻഡ് വിറ്റാരയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് സിഗ്മ വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയിൽ മേജറായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആ 6 എയർ ബാഗ് വന്നു എന്നുള്ളതാണ്. പിന്നെ ABS EBD ട്രാക്ഷൻ കൺട്രോൾ, 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക്, സീറ്റ് ബെൽറ്റ്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻ, അങ്ങനെ ഈ ഒരു സെഗ്മെൻറ്റിൽ ബേസ് വേരിയൻറ്റിൽ വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഗ്രാൻഡ് വിറ്റാരയിലും മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ ഈ ബേസ് വേരിയൻറ്റ് നമ്മളുടെ ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനിൽ മാത്രമാണ് വരുന്നത്. വിത്ത് 5 സ്പീഡ് മാനുവൽ. ഓട്ടോമാറ്റിക് ഒന്നും ബേസ് വേരിയൻറ്റ് കൊടുത്തിട്ടില്ല. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 25 km/ലിറ്ററൊക്കെയാണ്. ആ എഞ്ചിൻ സ്മാർട്ട് ഹൈബ്രിഡോടുകൂടി വരുന്നത് കൊണ്ട് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 20.5 20.6ഒക്കെയാണ്. റിയൽ ലൈഫിൽ 14-നും 16-നും ഇടയ്ക്ക് നമുക്ക് മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തപ്പോൾ നമ്മളുടെ പുതിയ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഏകദേശം ഒരു 20-30,000 രൂപയുടെ പ്രൈസാണ് കൂടിയിരിക്കുന്നത്. ഗ്രാൻഡ് വിറ്റാരയുടെ സിഗ്മ ബേസ് വേരിയൻറ്റിന് പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ 13,55,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. അഡീഷണലി നിങ്ങൾക്ക് 30,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് അവൈലബിൾ ആണ്. അത് നിങ്ങളൊരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അഡീഷണലി 30,000 രൂപയും കൂടിയും നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസും കൂടിയും ലഭിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഗ്രാൻഡ് വിറ്റാര സിഗ്മ 2025 അപ്ഡേറ്റ് ചെയ്തപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒട്ടും വാല്യൂ ഫോർ മണി അല്ലാത്തൊരു വേരിയൻ്റായിട്ട് മാറി. കാരണം ഇപ്പോൾ ഇൻറ്റീരിയർ നിന്നാണെങ്കിലും എക്സ്റ്റീരിയർ നിന്നാണെങ്കിലും ഒറ്റ ലുക്കിൽ ഇത് ബേസ് വേരിയൻ്റ് ആണെന്ന് തന്നെ മനസ്സിലാവും. എന്നാൽ ചെറിയ ചെറിയ ചേഞ്ചസാണ് വന്നിരിക്കുന്നത്. മേജറായിട്ടുള്ള ഇപ്പോൾ കീലെസ് എൻട്രി, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ പോലെയുള്ള ബാക്കിലെ ഡീഫോഗർ, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഒഴിവാക്കിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഔട്ട് സൈഡിൽ നിന്ന് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെറിയൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിൻ്റെയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പഴയ സിഗ്മ വേരിയൻറ്റിൻ്റെ ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. പക്ഷേ അഡീഷണലി നമ്മൾ വീണ്ടും കയ്യിൽ നിന്ന് പൈസ ഇറക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയിൽ എൻ്റെ അഭിപ്രായത്തിൽ വാല്യൂ ഫോർ മണി വേരിയൻറ്റ് സെക്കൻഡ് വേരിയൻ്റായ ഡെൽറ്റ വേരിയൻ്റാണ്. അപ്പോൾ മാരുതി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മാരുതിയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.